നല്ലൊരു ബോഡി സ്വന്തമാക്കണമെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ജിമ്മിൽ പോയാൽ കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് തോന്നും നല്ലൊരു ബോഡി സ്വന്തമാക്കണമെങ്കിൽ ഇത് ഭയങ്കര റോക്കറ്റ് സയൻസ് ആണ്, ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ എൻ്റെ ഷെഡ്യൂളൊക്കെ ഇങ്ങനെ ആക്കണം, എനിക്ക് ഡയറ്റ് ഇങ്ങനെ വേണം. നിങ്ങൾക്ക് സത്യത്തിൽ അതിൻ്റെ നിങ്ങൾ ഇതിൽ കുറേ തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മതി. നിങ്ങൾക്ക് നല്ലൊരു ബോഡി നല്ല ലോങ് ടൈമിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഞാനിവിടെ 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ 5 കാര്യങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മതി, നിങ്ങൾക്ക് നല്ലൊരു ബോഡി സ്വന്തമാക്കാൻ പറ്റും. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റിക്ക് വിത്ത് ദ സെയിം വർക്കൗട്ട്. ഇതിനിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം ഒരാൾ ജിമ്മിൽ ചെന്നു, അപ്പം ഇപ്പം മൺഡേ ജിമ്മിൽ ചെന്ന് അയാൾക്ക് തോന്നും ഞാൻ ഇന്ന് എന്ത് ചെയ്യണം, ഞാൻ ചെസ്റ്റ് ചെയ്യണോ, ഞാൻ ബാക്ക് ചെയ്യണോ, ലെഗ് ചെയ്യണോ, അങ്ങനെ അയാൾ സംശയത്തിൽ നിൽക്കും. അങ്ങനെ അയാൾ ചെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. ചെസ്റ്റിന് ഒരു ജിമ്മിൽ 100 കണക്കിന് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ പുള്ളി ചെയ്യുന്നത് വെച്ചാൽ പുള്ളി പല വർക്കൗട്ട് ചെയ്യും. ഇപ്പം ഈ ആഴ്ച പുള്ളി ചെസ്റ്റിന് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്താൽ അടുത്ത ആഴ്ച ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ വർക്കൗട്ടായിരിക്കും ചെയ്യുന്നത്. അതുമാത്രമല്ല, വേറൊരു ആൾ അവിടെ നിന്ന് ഇതുവരെ കാണാത്ത ഒരു വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടാൽ പുള്ളി ഈ വർക്കൗട്ട് കൊള്ളാമല്ലോ, എന്നാൽ ഞാൻ ഇതും കൂടി ശ്രമിക്കാം, അങ്ങനെ പോകും. അങ്ങനെ ഓരോ ആഴ്ച പല വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്തുവാന്ന് വെച്ചാൽ പുള്ളിക്ക് ഇവിടെ പ്രോഗ്രഷൻ നടക്കത്തില്ല. പുള്ളിക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രസീവ് ഓവർലോഡ് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രോഗ്രഷൻ ഓവർലോഡ് നടന്നില്ലെങ്കിൽ പുള്ളിക്ക് ഇവിടെ മസിൽ ഹൈപ്പർട്രോഫി ആയിട്ടില്ല. മസിൽ ഹൈപ്പർട്രോഫി വന്നില്ലെങ്കിൽ പുള്ളിക്ക് മസിൽ ഗ്രോത്ത് അവിടെ ഉണ്ടാകത്തില്ല. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ കുറേ നാളായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകും, പക്ഷെ ഒരു റിസൾട്ടും കാണാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട്. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ വർക്കൗട്ടൊന്നും ഫോളോ ചെയ്യണ്ട. ഇപ്പം എക്സാമ്പിളായിട്ട് ചെസ്റ്റിന് പറയുവാണെങ്കിൽ ചെസ്റ്റിന് ഏതെങ്കിലും ഒരു 3 വർക്കൗട്ട്, അത് കോമ്പൗണ്ട് വർക്കൗട്ട് ആയിക്കോട്ടെ, ചെസ്റ്റ് പ്രസ് പോലത്തെ, അല്ലെങ്കിൽ ഐസൊലേഷൻ വർക്കൗട്ട് ആയിക്കോട്ടെ, ഇതിലേതാണെങ്കിൽ പോലും നിങ്ങൾ അത് 3-4 വർക്കൗട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു 4-3 വർക്കൗട്ട് ഒരു 3 മാസമെങ്കിലും ഫോളോ ചെയ്യുക. ഇപ്പം മൺഡേ ചെസ്റ്റിന് ചെയ്ത് അത് തന്നെ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ദിവസം അതിന് വീണ്ടും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നമ്പറെങ്കിലും കൂട്ടാൻ നോക്കുക. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ചെസ്റ്റിന് 30 കിലോ അടിച്ചെങ്കിൽ ഒരു 32 കിലോ എങ്കിലും ഈ ആഴ്ച അടിക്കാൻ നോക്കുക. ഇപ്പം 32 കിലോ അടിക്കാൻ പറ്റിയില്ലെങ്കിലും റെപ്സ് കൂട്ടാൻ നോക്കുക. എനിക്കൊരു 10 നമ്പറാണ് കിട്ടിയെങ്കിൽ ഒരു 11 നമ്പർ ആക്കാൻ നോക്കുക. അതും ചെയ്തില്ലെങ്കിൽ ആ ചെയ്യുന്ന ഫോമും ടെക്നിക്കും കറക്റ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് ഇവിടെ പ്രോഗ്രഷൻ നടക്കും. നല്ല പ്രോഗ്രസീവ് ഓവർലോഡ് വരും, നിങ്ങൾക്ക് ഹൈപ്പർട്രോഫി വരും, നിങ്ങൾക്ക് മസിൽ ഗ്രോ ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം മാക്സിമം റെപ്സ്. സത്യത്തിൽ നമുക്ക് പണ്ട് തൊട്ടേ ജിമ്മിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. ആളുകൾ ആശാന്മാർ പറയും ഇത് 8 നമ്പർ അടിക്കുക, 10 നമ്പർ അടിക്കുക, 12 നമ്പർ അടിക്കുക, 15 നമ്പർ അടിക്കുക. അപ്പം ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 6, 8, 10, 12, 15. അതുകൊണ്ട് ആശാന്മാർ ഈ 12 നമ്പർ അടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഈ 12 നമ്പർ അടിക്കും. നമുക്ക് വേണേ ആ വെയിറ്റിൽ നമുക്ക് 25 നമ്പറെങ്കിലും അടിക്കാമായിരുന്നു, പക്ഷെ നമ്മൾ 12 നമ്പർ അടിച്ചുള്ളൂ. അപ്പം ആശാൻ അത് അറിയാൻ പറ്റത്തില്ല. ആശാൻ ഇത് എല്ലാവർക്കും തരുന്ന പോലെ നമുക്കും തരും. അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ 10 കിലോ വെച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ 10 കിലോയിലും അതിന് കിട്ടാവുന്ന മാക്സിമം നമ്പർ അടിക്കാൻ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് 10 നമ്പർ വരെ നിങ്ങൾക്ക് മാക്സിമം അടിക്കാൻ പറ്റുള്ളൂ വെച്ചോ. 10 ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് സിഗ്നൽ വരും, മതി മോനെ, എനിക്ക് ഇതേ പറ്റത്തുള്ളൂ, നിന്നെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ 10 അല്ല, ഒരു 10 ആകുമ്പോൾ തന്നെ ഒരു 11ലേക്ക് പുഷ് ചെയ്യാൻ നോക്കുക. അങ്ങനെ പുഷ് ചെയ്യുന്നവർക്ക് മാത്രമേ നല്ലൊരു ബോഡി സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ അവിടെ ഹൈപ്പർട്രോഫി നന്നായിട്ട് നടക്കത്തുള്ളൂ. ഇന്ന് വെച്ച് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വെയിറ്റും കുറെ നമ്പർ വെച്ച് ഇഞ്ചറി ആക്കല്ലേ. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമ്മുടെ ബ്രെയിൻ പറയുന്നതിൻ്റെ മേളിൽ ജസ്റ്റ് മേളിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതിലേ നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ മെയിൻ കാര്യം വാട്ടർ ഇൻടേക്ക്. ഇത് മിക്ക ആളുകളും ചെയ്യത്തില്ല. നമ്മുടെ ബോഡി 80%, നമ്മുടെ ബോഡിയുടെ 80% വെള്ളമാണ്. അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ മെയിനായിട്ട് വെള്ളം പോകുന്നത്, നമ്മുടെ ബോഡിയിൽ വെള്ളം ആവശ്യം വരുന്നത്. കാരണം നമ്മുടെ മസിലിനൊക്കെ വാട്ടർ നന്നായിട്ട് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മിനിമം നിങ്ങളൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുടിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ ഇത് വലിയൊരു നിങ്ങൾക്ക് 2 ലിറ്റർ വെള്ളമോ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് വളരെ ചേഞ്ചസ് വരും. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര സുഖം തോന്നും, നിങ്ങളുടെ മൊബിലിറ്റിയൊക്കെ നന്നായിട്ട് കൂടും, നിങ്ങൾക്ക് ഇഞ്ചറി വരാനുള്ള ചാൻസും നന്നായിട്ട് കുറയും. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഇൻടേക്ക് ചെയ്യുക വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ 4ാമത്തെ മെയിൻ കാര്യം ഓവർ ട്രെയിനിങ്. സത്യത്തിൽ ഇത് ഒരിക്കലും ചെയ്യരുത്. ഈ ഓവർ ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഗുണമില്ല, നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് മസിൽസ് വരുത്തുമില്ല, നമ്മുടെ ബോഡി ഷേപ്പാകത്തുമില്ല, എന്നാൽ നമുക്ക് കുറേ ഇഞ്ചറി വരും. ഇതാണ് ഓവർ ട്രെയിനിങ് കൊണ്ട് പറ്റുന്നത്. നമ്മൾ ഒരിക്കലും ഓവർ ട്രെയിൻ ചെയ്യില്ല. നമുക്കൊരു ആഴ്ചയിൽ ഒരു 3-4 ദിവസം വർക്കൗട്ട് ചെയ്താൽ മതി. എല്ലാവരും ഈ 6-7 ദിവസം കുറേ നേരം കിടന്ന് ജിമ്മി വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല.
നിങ്ങൾക്ക് അവിടെ ഹൈപ്പർ ട്രോഫിയും ഒന്നും നടക്കത്തില്ല, നിങ്ങൾക്ക് അവിടെ മസിലും ഗ്രോ ആവത്തില്ല. ഹാർഡ് വർക്കിന്റെ കൂട്ടത്തിൽ കൂടി നമ്മൾ സ്മാർട്ട് വർക്കും കൂടി ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ പുറകിൽ സയന്റിഫിക് കാര്യങ്ങളും കൂടി ആലോചിക്കുക. നമ്മൾ ഇത്രയും ദിവസം വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് റിക്കവറി ഇല്ല, നമുക്ക് റെസ്റ്റ് ഡേ ഇല്ല, അങ്ങനെ വരുമ്പോൾ നമ്മുടെ മസിൽ ഗ്രോ ആവത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ആലോചിക്കണം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഒരാഴ്ചയിൽ 4 ദിവസം വെയിറ്റ് ട്രെയിൻ ചെയ്താൽ മതി. പിന്നെ 5ാമത്തെ മെയിൻ കാര്യം, കാലത്തിനനുസരിച്ച് പോവുക. 10-25 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യൻ ജിമ്മിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു മെസോമോഫ് ആയിട്ടുള്ള നല്ല ജെനറ്റിക്സ് ആയിട്ടുള്ള ഒരാൾ ജിമ്മിലേക്ക് വരുമ്പം ജിമ്മിൽ വരുന്നതിന് മുമ്പേ ആൾക്ക് നല്ല മസിലുണ്ട്. അപ്പം അവനെ ഭയങ്കര വലിയ കാര്യമായിട്ട് കാണും. അന്ന് ആളുകൾക്ക് അറിഞ്ഞൂടെ ഈ മെസോമോഫ്, എൻഡോമോഫ്, എക്ടോമോഫ് അങ്ങനെ ജെനറ്റിക്സിന്റെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിഞ്ഞൂടാ. അപ്പം ഈ മെസോമോഫ് വരുമ്പം ആളുകൾക്ക് എന്ത് തോന്നും, ഇവന് നല്ല ബോഡി ഉണ്ട്, അപ്പം ഇവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഈ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയാണ് പണ്ട് കടന്നുകൊണ്ടിരിക്കുന്നത്. മൺഡേ ചെസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ, ട്യൂസ്ഡേ ബാക്ക്, വെനസ്ഡേ ലെഗ്, അത് കഴിഞ്ഞ് ഫോർ ആംസിന് വേണേൽ ഒരു ദിവസം കളയും, അങ്ങനെ ഷോൾഡർ, അങ്ങനെ പോകും. സത്യത്തിൽ അതൊരു സ്മാർട്ട് വേ അല്ല. സത്യത്തിൽ വർക്കാവും എന്ന് വെച്ചാൽ വർക്കാവും, ഒരു ലോങ്ങർ പീരീഡ് ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് വർക്കാവും. പക്ഷെ അയാൾക്ക് നല്ല ജെനറ്റിക്സ് ഉണ്ട്. നല്ല ജെനറ്റിക്സ് ഉള്ളവരെ ഇത് ചെയ്താൽ ആ ജെനറ്റിക്സിന്റെ ഇതിൽ കുറച്ചുകൂടി മസിൽ ഗെയിൻ അവർക്ക് വരും. അങ്ങനെയാണ് ആ വർക്കൗട്ട് റൂട്ടീൻ വർക്കാവുമെന്ന് ആളുകൾക്ക് തോന്നുന്നത്. മോഡേൺ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഒരു ദിവസമെങ്കിലും 2 വർക്കൗട്ടെങ്കിലും 2 മസിൽ പാർട്ടെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം എക്സാമ്പിൾ ലെഗ് ആണെങ്കിൽ വീക്ക്ലി 2 ദിവസമെങ്കിലും നമുക്ക് ലെഗിന് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പല രീതിയുണ്ട്. പുഷ് പുൾ ലെഗ് ഫോളോ ചെയ്യാം, അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ബ്രോ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വർക്കൗട്ട്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെയ്യാം. പണ്ടൊന്നും ആളുകൾ ഇങ്ങനെ ചെയ്യത്തില്ല. ആളുകൾ ചെസ്റ്റ് ഡേ ആണെങ്കിൽ ചെസ്റ്റ് ഡേ മാത്രം, അന്ന് ചെസ്റ്റ് മാത്രം, ലെഗ് ആണെങ്കിൽ ലെഗ് മാത്രം, അങ്ങനെ പോകത്തുള്ളായിരുന്നു. അപ്പം അത്ര ഉള്ളു ഗായ്സ്. നിങ്ങൾ ഈ മെയിനായിട്ട് ഈ 5 കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ വേറെ ഒന്നും കുറേ ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബോഡിയിൽ കിട്ടേണ്ട പ്രോട്ടീൻ നമ്മൾ പക്കയാക്കാൻ നോക്കുക. നമ്മൾ എന്തായാലും നിങ്ങളുടെ ബോഡി വെയിറ്റിൻ്റെ ഡബിൾ ഗ്രാംസ് പ്രോട്ടീൻ നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ഒരു ഫുഡിൽ എത്ര പ്രോട്ടീൻ ഉണ്ടോ നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കി തന്നെ കിട്ടും. ഇപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് 65 കിലോ ആണെങ്കിൽ നിങ്ങൾ 130 കിലോഗ്രാം പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.